നന്ദിയുണ്ട് കേട്ടോ. വിശദമായിട്ട് നന്ദി പറയാൻ ഞാൻ വേണ്ടപ്പെട്ടവരുമായിട്ട് വരുന്നുണ്ട്. ആർക്കും കൊടുക്കാത്ത പ്രണയം മനസ്സിൽ നിറഞ്ഞിരിക്കും. ആ പ്രണയം ഒന്നോട് തന്നെ ഞാനിങ്ങ് എടുക്കാൻ പോവാ. തീരുമാനങ്ങൾ വെച്ച് താമസിപ്പിക്കില്ല. വൈകാതെ ഈ പൂക്കാരിയെ ഞാൻ ഈ സംസ്ഥാനം കടത്തിക്കൊണ്ടുപോകും. വരും. ഒരു വരത്തൻ തെക്ക് നിന്ന് ഒരു ശുദ്ധ മലയാളത്ത ഈ മുഖത്ത് സന്തോഷം നിറയ്ക്കും. അവര് ശിവപ്രേമോളുടെ ഹൃദയം മാറ്റിവെക്കാൻ പറ്റുമെന്ന് ചോദിച്ചോ? എന്നിട്ട് തിരുമേനി എന്ത് പറഞ്ഞു? ഞാൻ എന്ത് പറയാനാ? കാര്യം എല്ലാ അമ്മമാർക്കും അവരുടെ മക്കളുടെ ജീവൻ തന്നെയാ വലുത് എന്ന് കരുതി കൂടെ പറഞ്ഞതല്ലെങ്കിലും എന്റെ കുഞ്ഞ് മണിയുടെ അനിയത്തിയല്ലേ. എന്നോട് അങ്ങനെ ഒരു ആവശ്യം ചോദിക്കുമ്പോ ആ ഒരു പരിഗണന പോലും അവൾക്ക് തോന്നിയില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ എന്റെ സങ്കടം. അതൊന്നും ഓർത്ത് തിരുമേനി വിഷമിക്കണ്ട. ശിവപ്രിയമോൾക്ക് ഒരു കുഴപ്പവും വരില്ലെന്നേ. മൂകാംബിക ദേവി കാത്തോളൂ അവളെ. ആ ഒരു പ്രതീക്ഷയിലാ ഞാൻ ഓരോ നിമിഷവും കഴിച്ചു കൂട്ടുന്നത്. പക്ഷേ മഹിമ ചോദ്യം ചോദിച്ചത് മുതല് എനിക്ക് വല്ലാത്തൊരു ആധിയാ. ഇത്രയും പെട്ടെന്ന് നാട്ടിലേക്കൊന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. ആ കാര്യമാ വിദ്യാമ്മയോട് സംസാരിച്ചത്. എന്നിട്ട് വിദ്യാമ്മ എന്ത് പറഞ്ഞു? ഇല്ല, തിരക്ക് കാരണം വിദ്യാമ്മയോട് വിശദമായി സംസാരിക്കാൻ പറ്റിയില്ല. വാസുകി ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇനി കുറച്ചു ദിവസത്തേക്ക് മോളെ വിട്ടെങ്ങും പോകരുതെന്നാ. ഇപ്പൊ ഏതു നേരവും മഹിമ പറഞ്ഞ കാര്യങ്ങളാ മനസ്സിലാ. അതൊന്ന് നാട്ടിൽ ചെന്ന അവളെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അവളുടെ കുറച്ച് ബന്ധുക്കളുണ്ടേ, അവരോടെല്ലാം ഇവൾ ഇങ്ങനൊരു വഴി പറഞ്ഞ അവരാവശ്യം ഉന്നയിച്ച് വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു വിലക്കണം. ആ, അത് വേണ്ട കാര്യം തന്നെയാ. എന്നാ തിരുമേനി എത്രയും പെട്ടെന്ന് നാട്ടിൽ പോകാൻ നോക്ക്. മോളെ ഇവിടെ തനിച്ചാക്കി പോകുന്ന കാര്യത്തില് ഒരു വിഷമമുണ്ട്. ദേവൂട്ടി ഉണ്ടായിരുന്നെങ്കിൽ മോളെ ഏൽപ്പിച്ച് ധൈര്യമായി പോവായിരുന്നു. ഒരു കാര്യം ചെയ്യാം. പകൽ സമയം മുഴുവൻ ശിവപ്രേമോളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. വിദ്യാമ്മ വരുന്നിടം വരെ അവൾക്കൊരു പോറൽ പോലും ഏൽക്കാതെ ഞാൻ കാവലിരിക്കാൻ. അയ്യോ, അതൊക്കെ സന്ദീപിന് ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? ഇപ്പൊ തിരുമേനി പറഞ്ഞില്ലേ, ദേവൂട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഈ ബുദ്ധിമുട്ട് വരില്ലായിരുന്നു എന്ന്. ദേവൂട്ടി ഇവിടെ നിന്ന് പോകാൻ കാരണക്കാരൻ ഞാനല്ലേ. അപ്പോ അവളുടെ സ്ഥാനത്ത് നിന്ന് ഞാനായിട്ട് വേണമല്ലോ ഇതിനൊരു പരിഹാരം കാണാൻ. അതുകൊണ്ട് തിരുമേനി ധൈര്യമായിട്ട് പോയിട്ട് വാ. വരുന്നത് വരെ പകൽ സമയം മോളെ ഞാൻ നോക്കിക്കോളാം. എന്തായാലും വിദ്യാമ്മ വരട്ടെ. വിദ്യാമ്മയുമായി ആലോചിച്ചിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം. അതുപോലെ ആ, അത് മതി. അങ്ങനെയെങ്കിൽ അങ്ങനെ. എന്റെ ബുദ്ധിമുട്ട് ഓർത്ത് തിരുമേനി യാത്ര വേണ്ടാന്ന് വെക്കണ്ട. അതേ എനിക്ക് പറയാനുള്ളൂ.